ക്രൈസ്തവ കൈരളിക്ക് അനേകം നല്ല രചയിതാക്കളെ ലഭിച്ചിട്ടുണ്ട്. KV സൈമൺ സാർ, എമി ചെറിയാൻ സാർ, ജോർജ് പീറ്റർ, ചാൾസ് ജോൺ, അതുപോലെ TK ശമുവൽ സാർ. അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങളെ കോർത്തിറങ്ങിക്കൊണ്ട് ഞങ്ങളൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നും നല്ലവൻ. ഇപ്പോൾ ഡാർവിൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രഡക്ഷൻ നൽകുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രൈസ്തവ സാഹിത്യ കൈരളിയിൽ ക്രിസ്തു മഹാത്മ്യ ഗാനങ്ങളുടെ ഉറവിടമായിരുന്ന തെക്കേതിൽ കുഞ്ഞുമൻ ശാമുവേൽ എന്ന TKS AD 1915 ഇളന്തൂർ ചിറക്കടവിൽ തെക്കേതിൽ ഭവനത്തിൽ ഭൂജാതനായി. വിശ്വാസ സ്നാനം സ്വീകരിച്ച ശേഷം ഓച്ചിറ, കുളനട, പുതുപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. കഠിനാധ്വാനിയായ കർഷകൻ, വചന പണ്ഡിതൻ, ചിത്രകാരൻ, ബൈബിൾ പ്രഭാഷകൻ, ബൈബിൾ കഥാപ്രസംഗകൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ, ബാലസംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്, പ്രാസവും വ്യാകരണവും തികഞ്ഞ ഗാനങ്ങളുടെ രചയിതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തിളങ്ങിയ ഒരു പ്രതിഭയായിരുന്നു TKS. ബാലസംഘം, ബദനി ബൈബിൾ സ്കൂൾ, KEM ഫണ്ട്, സുവിശേഷാലയം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെ അദ്ദേഹം കടന്നു പോവുകയും സമകാലീന ഈണങ്ങൾ കടമെടുത്തും അല്ലാതെയും കാൽവറി ക്രൂശിൽ കാണുന്ന ദൈവമേ എന്ന പ്രഥമ ഗാനം മുതൽ മംഗളമേഘണമേ മഹേശ്വര എന്ന അവസാന ഗാനം വരെ ഏകദേശം 135ഓളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. മൈലപ്ര മണ്ണിൽ ശോശാമയെ വിവാഹം കഴിക്കുകയും 4 ആൺമക്കളെയും 2 പെൺമക്കളെയും ദൈവം അവർക്ക് ദാനമായി നൽകുകയും ചെയ്തു. ഇന്നും ഏതു നാവും ഏറ്റുപാടുന്ന ഒട്ടനവധി ഗാനങ്ങൾ രചിച്ച TKS തലക്കേറ്റ ആഘാതം മൂലം അല്പനാൾ വിശ്രമിക്കുകയും പിന്നീട് താൻ പ്രിയം വെച്ച രക്ഷകന്റെ സന്നിധിയിലേക്ക് ഒരു ഈണമായി പറന്നു പോകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും അടർന്നു വീണ ചില ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നും നല്ലവൻ, എ ജേർണി ത്രൂ TKS സോങ്സ്. താങ്ക് യു. വളരെ റിലാക്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് അല്പസമയം TKSൻ്റെ ഗാനങ്ങളെ ഒന്ന് കേൾക്കാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. വലിയ മ്യൂസിക്കിൻ്റെ അകമ്പടിയൊന്നുമില്ല. അർത്ഥവത്തായ ഗാനങ്ങൾ പലപ്പോഴും മ്യൂസിക്കിൻ്റെ അകമ്പടിയോട് കൂടിയാകുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് ഞങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ TKSൻ്റെ ശമുവൽ സാറിൻ്റെ ഗാനങ്ങൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഗാനങ്ങൾ ഞങ്ങളിവിടെ പാടുമ്പോൾ നിങ്ങളെല്ലാവരും അതിന് ഏറ്റുപാടണം. നമുക്കിന്ന് ഒരുമിച്ച് പാടിയാണ് ഇന്ന് ഈ പ്രോഗ്രാം നമ്മളിവിടെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. TK ശമുവൽ സാറിൻ്റെ 135 ഗാനങ്ങളുണ്ടെന്ന് പ്രിയ ഡാർവിൻ പറയുകയുണ്ടായി. അതിൽ എപ്പോഴും വിശ്വാസികൾ പാടി സന്തോഷിക്കുന്ന ഒരു ഗാനമാണ് എന്നും നല്ലവനെന്നുള്ളത്. ഏത് സമയത്തും ഏത് നേരത്തും എന്തും നല്ലവനെന്നുള്ള ഗാനം പാടാം. ഒരു പക്ഷേങ്കിൽ ക്രൈസ്തവരുടെ ദേശീയ ഗാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്നും നല്ലവനെ പറയാം. എന്നും നല്ലവൻ എന്നുള്ള പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഒക്കേഷൻസിനും പൊതുവായിട്ട് നമ്മുടെ വീട്ടിലൊരു ഒരു ഒരു മംഗളകാര്യം നടക്കുമ്പോഴും അല്ല നമ്മളൊരു യാത്ര പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴും എപ്പോഴും നമ്മൾ പാടുന്ന, ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയാത്ത ഒരു പാട്ടാണ് എന്നും നല്ലവൻ എന്ന് പറയുന്ന പാട്ട്. എനിക്ക് തോന്നുന്നു ആ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടിയാൽ വളരെ സന്തോഷമായിരിക്കും. സാമിന് ആ പാട്ടിപ്പോൾ ലീഡ് ചെയ്ത് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് അതിനകത്ത്? ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നുപോയപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന വരികളാണ്: ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും, തൻ മാറിനോട് ചേർത്തിടും. എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ
പെട്ടെന്ന് ഓടി വരികയും ആ പാട്ട് പാടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് ദൈവമക്കളായിരിക്കും നമുക്ക് മാത്രമേ അത് യഥാർത്ഥത്തിൽ അർത്ഥത്തിൽ പാടുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുമ്പോൾ അത് ലഭിക്കുന്ന ഒരു ആശ്വാസം അത് മറ്റാർക്കും ലഭിക്കുകയില്ല. എനിക്ക് തോന്നുന്നു TK ശമുവേൽ സാറിൻ്റെ പാട്ടുകളിൽ ഏറ്റവും ഫേമസ് ആയതും എല്ലാവർക്കും മുഴുവനായിട്ട് കാണാതെ അറിയുന്നതും സഭകളിലെല്ലാം പാടുന്ന ഒരു പാട്ടാണ് എന്നും നല്ലവൻ യേശു എന്നും നല്ലവനെന്ന്. എൻ്റെ 2 വരികൾ നമുക്ക് പാടാം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ സാമിൻ്റെ കൂടെ അത് ഏറ്റുപാടാം കേട്ടോ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോ നേടും തന്മാവിനോടു ചേർത്തിടും, സാരമില്ലെന്നോ നേടും തന്മാറിനോടു ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ എന്നുള്ള ഗാനത്തോട് ചേർത്ത് നിർത്തുവാൻ പറ്റിയൊരു ഗാനമാണ് മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻതിരു എന്നുള്ള ഗാനം. വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണത്. നമ്മുടെ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ മരണസമയത്താണ് അല്ലെങ്കിൽ ശോകമുഖമായ ഒരു അന്തരീക്ഷത്തിലാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഒരു പാട്ട് പാടാറുള്ളത്. പലപ്പോഴും നാം പറയുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ പാട്ട് ഇപ്പോൾ പാടുന്നത് ശരിയല്ല, ഇത് മരണപ്പാട്ടാണെന്ന് പറയാറുണ്ട്. എന്നാൽ എൻ്റെ ഓരോ വരി എന്നൊരു അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്തും എപ്പോൾ വേണേലും ദൈവത്തോട് ആശ്രയിച്ച് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ നമ്മുടെ മനസ്സിനെ അറിയാതെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു ഗാനമാണ് മാറാത്ത സ്നേഹിതൻ. നമുക്കറിയാം, ഒരുപാട് സ്നേഹിതന്മാർ നമുക്കുണ്ട്. അപ്പം ഏതൊരു സ്നേഹിതം മാറിപ്പോയാലും മാറാത്ത ഒരു സ്നേഹിതം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്ന പാട്ട്. തീർച്ചയായിട്ടും ലോകത്തിൻ്റെ സ്നേഹിതന്മാർ എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാം, എന്നാൽ മാറാത്തൊരു സ്നേഹിതൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഡിനി, can you sing that song for us? മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻതിരു, മാറിടും ചാരിടും ഞാൻ ദിനവും, പാരിടമാകവേ മാറിടും നേരവും, ചാരിടാൻ തൻതിരു മാറിടമാ. ഖേദം
വരികളാണ്. നിത്യതയോളവും സത്യ കൂട്ടാളിയായി അവൻ നമ്മുടെ കൂടെയുണ്ട്. ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും ടി കെ ശമുൽ സാറിനെ കണ്ടവരായിട്ടുണ്ട്? അവരുടെ കൈകളൊന്ന് ഉയർത്താം. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അഭിലാഷം. ടി കെ ശമുൽ സാർ എന്ന് പറഞ്ഞാൽ ഒരു വെൽ ബിൽറ്റ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ആചാരബാഹുവായുള്ളൊരു മനുഷ്യനായിരുന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കും ആ ഒരു തലയെടുപ്പുണ്ടായിരുന്നു. അദ്ദേഹം യൂസ് ചെയ്യുന്ന ഓരോ പദങ്ങൾക്കും ഒരു തലയെടുപ്പുണ്ടായിരുന്നു മറ്റ് ഗാനരചയിതാക്കളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതിലെ ഒരു മനോഹരമായ ഒരു ഗാനമാണ് എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു. അത്ഭുത പുരുഷനായിട്ടാണ് ടി കെ ശമുൽ സാർ നമ്മുടെ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നത്. നമുക്ക് ആ ഗാനം ഒന്ന് മാത്രമല്ല ഈ ടി കെ ശമുൽ സാറും പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പൊതുവിൽ അറിയപ്പെടുന്നത് ക്രിസ്തു മഹാത്മ്യത്തെ വർണ്ണിച്ച് പാടുന്നു മഹാത്മ്യം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള പല ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുള്ളത്. നമുക്ക് എന്തോ ഒരു അത്ഭുത പുരുഷൻ. ഞാൻ നോക്കുമ്പോൾ നിങ്ങളിവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ ചേർന്ന് പാടണം കേട്ടോ. എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. ആ വരികളിൽ തന്നെ ഉണ്ട് എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പലതും സിനിമാ ഗാനങ്ങളിൽ നിന്നും ആ ഈണങ്ങൾ കുറച്ച് അദ്ദേഹം കടമെടുത്ത് പാട്ടുകൾ രചിച്ചിട്ടുള്ളതായിട്ട് നാം കണ്ടിട്ടുണ്ട്. പലപ്പോഴും സംഗീതം നൽകിയതിന് ശേഷം വരികൾ എഴുതി ചേർക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? ഇപ്പോഴത്തെ സംഗീത ലോകത്ത് നാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗീതത്തിന് വേണ്ടിയിട്ട് പല പദങ്ങളും ഒട്ടിച്ച് ചേർക്കുകയാണ്. അതിൻ്റെതായ ഒരു ആശയവ്യത്യാസം കാണുവാനായിട്ട് കഴിയും, അതിൻ്റെതായ പോരായ്മകൾ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈണം നൽകി കഴിഞ്ഞാലും ടി കെ ശമുൽ സാർ അതിൽ വളരെ വലിയ ആശയങ്ങൾ നിറച്ചുകൊണ്ട് പാട്ടുകൾ രചിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു പാട്ടാണ് കൃപയുള്ള യഹോവേ ദേവാംഗം. ഒരു പാകിസ്ഥാനി ഗാനമാണ് അത്. അതിൻ്റെ ഈണം, ബേസിലെ ഒരു ഈണം അദ്ദേഹം മനോഹരമായിട്ട് ആ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കൃപയുള്ള യഹോവേ ദേവ എന്ന് തുടങ്ങുന്ന ഗാനം. കൃപയുള്ള യഹോവേ ദേവാ, മമ നല്ല പിതാവേ ദേവാ, കൃപ കൃപയൊന്നിന തവ സുതനായ കൃപയുള്ള യഹോവേ ദേവാ, മമ നല്ല പിതാവേ ദേവാ, കൃപ കൃപയൊന്നിന തവ സുതനായ കൃപയുള്ള യഹോവേ ദേവാ. ദൂരവേ പോയതെന്നോരെന്നെ നീ ഓർക്കവേ ഓർക്കവേ, ദൂരവേ പോയതെന്നോരെന്നെ നീ ഓർക്കവേ, സ്വീകരിച്ചിതേവിധം നീ അത്ഭുതം. അതു നിത്യമോർത്തു ഞാൻ ആയുസ്സെല്ലാം പാടിടും, പാദം മുത്തിപ്പണിഞ്ഞിടും ദേവാ, കൃപ കൃപയുണ്ടീന തവ സുതനായി ഞാൻ കൃപയുള്ള യഹോവേ ദേവാ, മമ നല്ല പിതാവേ ദേവാ, കൃപ കൃപയൊന്നിന തവ സുതനായി ഞാൻ കൃപയുള്ള യഹോവേ ദേവാ. നമ്മുടെ തൊണ്ടയൊക്കെ നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഗാനങ്ങൾ പാടുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം അത്രയും മനോഹരമായ ഈണങ്ങൾക്ക് അതേപോലെ തന്നെ സംഗീതം നൽകിയിരിക്കുകയാണ് ടി കെ ശമുൽ സാറ്. അങ്ങനെ അതിലൊരു മനോഹര ഗാനമാണ് നല്ലിടയനേശു തനിക്കുള്ള ഞങ്ങൾക്കായി എന്നുള്ള. ഒരു പക്ഷേ ഈ ഗാനം കേൾക്കുമ്പോഴേ നിങ്ങളുടെ മുഖത്ത് എല്ലാവരുടെയും മുഖത്ത് ചിരി വരും. കാരണം വളരെ വളരെ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമാ ഗാനമാണ് അത്. ശരിക്കും സിനിമാ ഗാനമല്ലത്, ONV ഒരു KBCക്ക് വേണ്ടി എഴുതിയൊരു നാടക ഗാനമാണത്. അതിൻ്റെ ഈണത്തിൽ ഒരു
ഗാനമാണ് നല്ലിടയൻ യേശു തനിക്കുള്ള ഞങ്ങൾക്കായി വന്നുള്ളത്. ആ ഗാനം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചേർന്ന് പാടാം. ആ ഗാനങ്ങൾ എല്ലാവർക്കും അറിയില്ല. അറിയാതെ എത്ര പേരുണ്ട് ഇവിടെ? നല്ലിടയൻ കുറച്ച് പേർക്കൊക്കെ അറിയാം. അത് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. നല്ലിടയനേശു തനിക്കുള്ള ഞങ്ങൾക്കായി വന്ന സ്നേഹമേ സ്നേഹമേ, നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ സ്നേഹമേ, നല്ലിടയനേശു തനിക്കുള്ള ഞങ്ങൾക്കായി വന്ന സ്നേഹമേ സ്നേഹമേ, നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ 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 സ്നേഹമേ. ടി കെ ശമൽ സാറ് ഞാൻ പറഞ്ഞതുപോലെ അനേകം അല്ലെങ്കിൽ വേദനയേറിയ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അത് ഒരു പക്ഷേങ്കിൽ ഒട്ടുമിക്ക ഗാനരചയിതാക്കളും അങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെ തൂലികയിൽ നിന്നും വളരെ അർത്ഥവട്ടമായ വളരെ ഹൃദ്യമായ ചില വരികൾ ജനിക്കുന്നത്. അങ്ങനെ ഒരു പാട്ടാണ് ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാളെന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അഭിലാഷ് അത് ലീഡ് ചെയ്ത് പാടും. ആരുമില്ല നീയൊഴികെ എന്നുള്ള ഗാനം. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ, എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ, വലിയവനാം നീ അനുകൂലമാണ് ബലവും മഹിമയും നീതാ, വലിയവനാം നീ അനുകൂലമാണ് ബലവും മഹിമയും നീതാ, ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ, ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ, നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, നിൻ തിരുമാറിൽ ചാരുമ്പോഴല്ല ആശ്വസിക്കുമോ ആശ്വസിക്കുമോ, ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. അതേപോലെ ടി കെ ശമൽ സാറിൻ്റെ ഗാനങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ പാടാതിരിക്കുവാനായിട്ട് കഴിയാത്തൊരു ഗാനമാണ് എന്തൊരു സ്നേഹം ഇത്. കർത്താവിൻ്റെ സ്നേഹത്തെ അത്ഭുത സ്നേഹമെന്നും നിത്യമായ സ്നേഹമെന്നും നിസ്തുല സ്നേഹമെന്നും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നൊരു പാട്ടാണ് എന്തൊരു സ്നേഹമിത് എന്ന് തുടങ്ങുന്ന ഗാനം. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പച്ചൻ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ ആ പന്തളം കുളനട വഴിയായിട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോഴാണ് പല ട്യൂണുകളും പുള്ളിയുടെ ഹൃദയത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ വീട്ടിൽ വരുമ്പോൾ എഴുതുന്നതാണ് പതിവ്. അപ്പം ഇങ്ങനെ അനേക പാട്ടുകൾ ഈ സൈക്കിൾ യാത്രയിലാണ് പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ളത്. മനസ്സിൽ എഴുതിയിട്ട് വീട്ടിൽ വന്നിട്ട് അതിന് അനുയോജ്യമായ വരികൾ ചേർക്കുകയാണ് ചെയ്തേക്കുന്നത്. ആ ട്യൂണുകളെല്ലാം അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ
നമുക്കറിയാം നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും നാം പൊതുവിൽ വളരെ വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവം സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാണ്, നാം സ്നേഹിക്കണം, അങ്ങനെയുള്ള ചിന്ത. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ പിടിച്ചു നടത്തുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ദൈവസ്നേഹത്തെക്കുറിച്ചൊരു പാട്ടാണ് ഈ പാട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കുന്നതായിരിക്കും തോന്നുന്നു. ഏറ്റവും മനോഹരമായ വഴി, അവൻ താഴ്ചയിൽ നമ്മളെ ഓർത്തുകയാൽ തൻ്റെ പദവി വെടിഞ്ഞു. അതെ, നമ്മുടെ അവസ്ഥ എന്താണെന്ന് കണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായൊരു ദൈവം. ആ ഗാനം ഇപ്പം നമുക്കൊന്ന് കേൾക്കാം. എന്തൊരു സ്നേഹം ഇത്. ചിലരൊക്കെ മൂളി പാട്ട് പാടുന്നുണ്ട്, എങ്കിൽ ഒന്ന് ഉറക്കെ പാടുവാനായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. എന്തൊരു സ്നേഹം ഇതെന്ന് തുടങ്ങുന്ന ഗാനം. എന്തൊരു സ്നേഹമിത്, നീണം ചൊരിഞ്ഞു മരിച്ചിടുവാൻ ദൈവനന്ദന നീ നരരെ കരുതി ജഡമെടുപ്പതിനായി മനസ്സാൽ. ദൈവനന്ദന നീ നരരെ കരുതി ജഡമെടുപ്പതിനായി മനസ്സാൽ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാൻ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാൻ. അത്ഭുത സ്നേഹമിത്, നമുക്കാഗ്രഹിക്കാവതിലും അവനപ്പുറമായി ചെയ്ത സൽക്രിയയാൽ മരക്കുരിശിൽ കാണുന്നു നാം. അവനപ്പുറമായി ചെയ്ത സൽക്രിയയാൽ മരക്കുരിശിൽ കാണുന്നു നാം. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാൻ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ പദവി വെടിഞ്ഞിടുവാൻ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് ടി കെ ശമൽ സാറിൻ്റെ ഒരു ഗാനം പാടാം. ഇത്രയും നേരം നമ്മൾ ഇരിക്കുകയായിരുന്നു, ഞങ്ങളും ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് യേശുവിൻ ജനമേ ഭയം എന്തിനകമേ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം കൈകളെ അടിച്ച് നമുക്കൊന്ന് പാടാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട. നാമവൻ ദാസരായി വസിച്ചിടാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട. നാമവൻ ദാസരായി വസിച്ചിടാം. ലോകത്തിലെന്തെല്ലാം ഭവിച്ചാലും ലോകത്തിലെന്തെല്ലാം ഭവിച്ചാലും ആപത്തനർത്ഥങ്ങൾ അണഞ്ഞാലും താപം നമുക്കില്ലെന്നറിഞ്ഞാലും താപം നമുക്കില്ലെന്നറിഞ്ഞാലും യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട. നാമവൻ ദാസരായി വസിച്ചിടാം. മരണത്താൽ മാറും അധിപരെ പിന്നിന്റെ പോയവർ ലജ്ജിക്കുമ്പോൾ നാമവൻ നാമത്തിൽ ചെയ്വിളിക്കും.
സഭ കൈരളിക്ക് അനേകം നല്ല ഗാനങ്ങളെ സമ്മാനിച്ചിട്ട് അദ്ദേഹം ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. അല്പനേരം നമുക്ക് ടി കെ എസിൻ്റെ ഗാനങ്ങളെ ഓർക്കുവാനും അത് പാടുവാനും ഇടയാതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.